ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക് എന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാം, പിന്നെ കമൻ്റ് അടിക്കാം, പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കല്ലേ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റെഡ് മാജിക്കിൻ്റെ സൈഡിൽ നിന്നാണ്. റെഡ് മാജിക് ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അടുത്ത വർഷം 2026 ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. റെഡ് മാജിക്കിൻ്റെ 11 എയർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതും. അതും സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, പിന്നെ അതും AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇത് റിഫ്രഷ് റേറ്റ് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇതൊരു 144 ഹെർട്സ് അല്ലെങ്കിൽ ഇതൊരു 165 ഹെർട്സ് റിഫ്രഷ് റേറ്റിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ റാമാണ്. അത് 24 GB റാം വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ സ്റ്റോറേജ് ആണെങ്കിൽ ഒന്നിലേക്ക് 256 GB അല്ലെങ്കിൽ 512 GB വേരിയൻറ്റ് വെച്ചിട്ടും ഈ റെഡ് മാജിക്കിൻ്റെ 11 എയർ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ അത് പോരാണ്ട് ഇതിൻ്റെ ബിൽറ്റ് ഇൻ കൂളിംഗ് ഫാനിങ് സിസ്റ്റം ഉണ്ട്. ഇത് ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് കാണാം. പിന്നെ ഇതിൻ്റെ ക്യാമറ മെഗാ പിക്സൽസ് എന്ന് പറയുന്നത് ബാക്ക് ക്യാമറ റെയർ 50 മെഗാ പിക്സലാണ്. പക്ഷേ ഇതിൽ ക്യാമറ സെൻട്രിക് ഫോൺ അല്ല. ഇത് ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണും കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു കൺസിഡറേഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ആരെങ്കിലും ഈ ഗെയിമിംഗ് ഫോണ് ഇതേപോലത്തെ വലിയ വലിയ ഗെയിം കളിക്കുന്ന ഭ്രാന്തന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഓപ്പോൻ്റെ X9 Ultra ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കിടുക്കാച്ചി സ്മാർട്ട് ഫോണും കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സൂമിങ് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പോൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ടെലിഫോട്ടോ എക്സ്റ്റൻഡർ വെച്ചിട്ട് നമുക്കൊരു SLR ക്യാമറ പോലെ തന്നെ നമുക്കൊരു പെരിസ്കോപ്പിക് സൂമിങ് ലെൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് ഈ വർഷത്തെ 2025 ഏറ്റവും സെക്കൻഡ് ബെസ്റ്റ് ക്യാമറക് സെൻട്രിക് ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓപ്പോൻ്റെ X9 Pro എന്ന് പറയുന്ന സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ റെയർ ക്യാമറ വരുന്നത് 200 മെഗാ പിക്സലും പിന്നെ സെക്കൻഡറി പെരിസ്കോപ്പിക് ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലാണ്. പിന്നെ 10x ഓപ്റ്റിക്കൽ സൂം ഉണ്ട്. ഓട്ടോ ഫോക്കസും കാര്യങ്ങളും അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആണ്. പിന്നെ ഇത് 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 7000+ mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു മാറ്റമുണ്ട്. ഇത് ഡിമെൻസിറ്റിൻ്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റിനെക്കാട്ടും അതുക്കും മേലുള്ള ഒരു ചിപ്സെറ്റാണ് വരാൻ പോകുന്നത് ഈ ഫൈൻഡ് X9 Ultra'യിൽ. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ UFS ആണെങ്കിൽ 4.1 ആണ് വരുന്നത്. അപ്പോൾ ഓപ്പോൻ്റെ X9 Proനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോൻ്റെ X9 Ultra'യാണ് ഫാർ അഹെഡ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അത് മാത്രമല്ല, ഇത് വലിയ വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിനും പറ്റിയ ഒരു ഫോണും കൂടിയാണ്. പിന്നെ ഇതിൽ നമുക്ക് 4K 120 FPS നമുക്ക് സ്ലോ മോഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെൻഡർ ഞാൻ ഇതിലുണ്ട്. താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓപ്പോൻ്റെ ഫൈൻഡ് N5 അല്ല N6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് Gen 5 ചിപ്സെറ്റാണ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്ന 6000 mAh ബാറ്ററി. പിന്നെ സ്പെക്കിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഓൾറെഡി 2 സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു. ഇതൊരു 8 ഇഞ്ച് ഇന്നർ സ്ക്രീനാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കവർ സ്ക്രീൻ വരുന്നത് ഒരു 6.6 ഇഞ്ചിൻ്റെ കവർ സ്ക്രീനാണ് വരാൻ പോകുന്നത്. പിന്നെ ഇത് UFS ആണെങ്കിൽ 4.1 വരും. പിന്നെ LPDDR5X റാമാണ്. പിന്നെ റെയർ ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ റെയർ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്പോൻ്റെ ഒരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാർ ഒരു കുറച്ച് സ്റ്റോക്കുകളാണ് UAE മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഒരു 150 പീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ
അതിൻ്റെ ഒരു പൊടി കാണില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 150 പീസ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പോ സ്റ്റോക്ക് കൊണ്ടുവരില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ കൺസിഡറേഷൻ ഉണ്ട്. ഒരു 7000 ദിർഹംസിന് നിങ്ങൾക്കൊരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോൻ്റെ Find N6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിലേക്ക് നിങ്ങൾക്ക് പോവാം. ചോയ്സ് ഇസ് യുവേഴ്സ്, ഇറ്റ്സ് അപ് ടു യു. കിടുക്കാച്ചി സ്പെക്കാണ്. പിന്നെ ഹാസൽബ്ലാഡിൻ്റെ ഇതുണ്ടാവും, എന്താണ് അവരുടെ ഓപ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ Find NX-നും വരാനും NX അല്ല N6-ന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2026 ബ്ലോക്ക് ബസ്റ്റേഴ്സ് സ്മാർട്ട് ഫോണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. വന്നിരിക്കും, എന്തായാലും തീർച്ചയായിട്ടും വന്നിരിക്കും ഈ ഒരു ഫോൺ. OnePlusന്റെ ടർബോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ടർബോ സീരീസുകളാണ് ഇറങ്ങാൻ പോകുന്നത്. ഒന്ന് ടർബോ, പിന്നെ ടർബോ ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ടർബോന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ UFS ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ 3.1 അല്ലെങ്കിൽ 4.0. കാരണം അതിൻ്റെ ഒരു ലീക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു നിഗമനമാണ് പറയണത്. ഇതിപ്പോൾ UFS 3.1 വന്നാലും അല്ലെങ്കിൽ ഇത് 4.0 വന്നാലും ഇറ്റ്സ് ഗ്രേറ്റ് പ്രോസ്പെക്ട് സ്മാർട്ട് ഫോണാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 ആണ്. നമുക്ക് 4K ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുക, നമുക്ക് ലൈക്ക് ഒരു 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ നമ്മൾ PUBG ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 120 FPS നമുക്ക് PUBGയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. പിന്നെ ഇത് 165 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ 1.5K റെസൊല്യൂഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് OnePlus 9000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും ചൈനയിലാണ് 9000 mAh. പിന്നെ ഇതിൻ്റെ ഒരു കുട്ടൻസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്, അത് ഞാൻ അടുത്തതിൽ പറയാം. ഓക്കെ ഗൈസ്, ഇനി ലൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ പ്രോസസ്സർ ഇച്ചിരി ഡൗൺ ഗ്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൻ്റെ 7s Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 144 Hz LTPS ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് ഇതിൻ്റെ ഒരു റീബ്രാൻഡിങ് വരാൻ പോകുന്നുണ്ട്. അതായത് OnePlusന്റെ നോഡ് 6 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഈ OnePlusന്റെ നോഡ് 6ന്റെ ഈ ടർബോൻ്റെ സ്പെക്കും ഒന്നാണ്. പിന്നെ അതേപോലെ നോഡ് 6 ലൈറ്റിൻ്റെ സ്പെക്കും ഈ OnePlus ടർബോ ലൈറ്റിൻ്റെ സ്പെക്കും ഒന്നാണ്. അപ്പോൾ അവർ ജസ്റ്റ് ഇന്ത്യൻ വേരിയന്റിലേക്ക് വരുമ്പോൾ അവരത് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ January 8 OnePlusന്റെ ടർബോ സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും ഒരു ജനുവരി പകുതി അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിയോടൊക്കെ കൂടിയിട്ട് ലോഞ്ച് ചെയ്യാനും സാധ്യത ഉണ്ട്. ബാറ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനം വരുമ്പോൾ OnePlus Nord 6ന് ചിലപ്പോൾ ഇവർ ഒരു 6500 അല്ലെങ്കിൽ 7000 mAh വെച്ചിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ 2 സ്മാർട്ട് ഫോൺ OnePlus Nord 6നും Nord 6 ലൈറ്റിനും ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഇതിന് എന്താണ് സ്പെക്ക് വരുന്നത്, കുറച്ചും കൂടെ ബാറ്ററി ഡീറ്റെയിൽസ് എന്താണ് വരുന്നത്, ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. എത്ര ആൾക്കാർക്ക് ഈ OnePlus നോഡ് ടർബോ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഡിസൈൻ ഈസ് എക്സാക്ട്ലി സെയിം ലൈക്ക് OnePlus 15ന്റെ സെയിം ഡിസൈൻ വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ 165 Hz റിഫ്രഷ് റേറ്റ് ഇനി സ്റ്റാൻഡേർഡായിട്ട് മാറാൻ പോകുന്നുണ്ട് എന്നുള്ളതും എൻ്റെ ഒരു നിഗമനമാണ് കേട്ടോ. ഇനി ഇത് അടുത്ത സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇനി 165 Hz സ്റ്റാൻഡേർഡായിട്ട് മാറും എന്നാണ് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ 6.8 ഇഞ്ച് ഡിസ്പ്ലേകൾ ഇനി സ്റ്റാൻഡേർഡായിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നോവയുടെ 15 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത വർഷമാണ് അതിൻ്റെ ലോഞ്ചിങ്. അതിൽ നോവ 15, നോവ 15 Pro, നോവ 15 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നോവ 15 Proയും 15 Ultrയുടെ ഡിസൈനും എക്സാക്ട്ലി സെയിം ആണ്. എക്സാക്ട്ലി എന്നല്ല, രണ്ടിൻ്റെയും ഒരേ ഡിസൈനാണ്. പക്ഷേ നോവ 15ൻ്റെ ഡിസൈനിൽ ഇച്ചിരി മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പോരാണ്ട് ഈ നോവ 15 സീരീസിൻ്റെ ക്യാമറ, പ്രൈമറി ക്യാമറ RYYB സെൻസറാണ് യൂസ് ചെയ്യുന്നത്. റെഡ്
യെല്ലോ ബ്ലൂ കളർ സെൻസറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പോരാത്തിന് ഡിസൈനിൻ്റെ ബാക്ക് പാനലിൻ്റെ ഡിസൈനിലും നല്ല മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയിട്ട് റെൻഡറൊക്കെ കാണാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലൈക്ക് ഒന്ന് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. അതൊരു വലിയൊരു നിർബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ പോരാത്തതിന് ഒന്ന് കമൻറ്റും ചെയ്യുക, അതൊരു വലിയ നിർബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓപ്പോൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഓപ്പോൻ്റെ റെനോ സീരീസ് 15 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. രണ്ടാമത്തെ ഫോണിലാണ് മാറ്റം വരാൻ പോകുന്നത്. ആദ്യത്തേൽ ഓപ്പോൻ്റെ റെനോ 15 പ്രോനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു LTPO ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. 120 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, 1.5K റെസൊല്യൂഷൻ, 80 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡ്, പിന്നെ 2160 പിക്സൽ ഡിമ്മിങ്, HDR10+ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. പിന്നെ 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തേൽ വരാൻ പോകുന്നത് ഓപ്പോ റെനോ 15 മിനി സീരീസ് ആണ് വരാൻ പോകുന്നത്. ഇതും പ്രോസസ്സർ സെയിം പ്രോസസ്സറാണ്. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8450 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ ഓപ്പോൻ്റെ റെനോ 15 മിനിക്കും 15 പ്രോനും വരാൻ പോകുന്നത്. പിന്നെ UFS ആണെങ്കിലും 3.1 ആണ് വരുന്നത്. പിന്നെ LPDDR5X റാം ഒക്കെ വെച്ചിട്ട് ഇറങ്ങും. പിന്നെ 80 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ 1.5K റെസൊല്യൂഷൻ. സ്ക്രീൻ സൈസിലാണെങ്കിൽ ഏറ്റവും അതിശയപ്പെടാനുള്ളത് സ്ക്രീൻ സൈസ് വരുന്നത് 6.3 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ഓപ്പോൻ്റെ റെനോ 15 മിനി എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനും കൂടിയാണ് നമ്മുടെ ചെറിയ സീരീസ് ഫോണുകൾ, അതായത് 6.3 ഇഞ്ച് നോക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു ലൈനപ്പിൽ അവർക്ക് താല്പര്യം ഈ ഒരു ഫോൺ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ 2026 ഈ ഓപ്പോ റെനോ 15 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെൻഡറൊക്കെ ഞാൻ ഇതിലിടാം. അപ്പോൾ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് 15 സീരീസിലെ ഈ ഓപ്പോൻ്റെ റെനോ 15 മിനി എന്ന് പറയുന്ന ഈ ചെറിയ ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ടെക്നോയുടെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ടെക്നോയുടെ പോവ കർവ് 2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ റെസൊല്യൂഷൻ, 8000 mAh ബാറ്ററി, 45 വാട്ട്സിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പ്രോസസ്സറിൽ ഒരു ഇച്ചിരി മാറ്റമുണ്ട്. ഇത് ഡിമെൻസിറ്റിൻ്റെ 7100 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതൊരു കർവ് ഡിസ്പ്ലേയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ റാം വരുന്നത് ഒരു 8GB റാം. ഒന്നില്ലെങ്കിൽ ഇതൊരു 128 GB വെച്ചിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഇതൊരു 256 GB വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. 16,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വിലട്ടിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ പോയിട്ട് എടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ 16,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാം. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ടെക്നോ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഫോൺ ഉണ്ടാക്കുന്നത്. അതും 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ്, LTPO ഡിസ്പ്ലേ അല്ല. പിന്നെ ഇത് ഫുൾ HD+ റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് 1.5K റെസൊല്യൂഷനും HDR10+ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഷിയോമിയുടെ വാച്ച് 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ eSIM സപ്പോർട്ട് ചെയ്യും. പിന്നെ അതൊരു 6 days ബാറ്ററി ലൈഫാണ്. പിന്നെ ഇത് 5 ATM ആണ്, വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അപ് ടു 1 മീറ്റർ വരെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകാം. അതിനൊരു യാതൊരു രീതിയിലൊരു കുഴപ്പമില്ല. പിന്നെ ECG സപ്പോർട്ട് ചെയ്യും. പിന്നെ NFC സപ്പോർട്ട് ചെയ്യും. പിന്നെ SpO2 ഹാർട്ട് റേറ്റ്, പിന്നെ 150 മോഡ്സ് പ്ലസ് സ്പോർട്സ് മോഡ്സ് ഒക്കെ ഇതിലുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ 150+ മോഡ്സുകളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എലപ്റ്റിക്കൽ റോവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് eSIM കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 6 ദിവസത്തെ ബാറ്ററി ലൈഫ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ GPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. GPS ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ മാപ്പിൽ കൂടെ നിങ്ങൾക്ക് റണ്ണിങ് ചെയ്യാനും പറ്റും എന്നാണ്
ഷിയോമി പ്രസ്താവന ചെയ്തിട്ടുള്ളത്, ഷിയോമി വാച്ച് 5. ഇതൊക്കെയാണ് അപ്ഡേറ്റുകൾ. അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് പേടിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനമായിട്ട് പറയാനുള്ളത്. ഹുവാവിയുടെ ഒരു പുതിയൊരു ടാബ്ലറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്, അടുത്ത വർഷമാണ് ഇറങ്ങാൻ പോകുന്നത്. മാറ്റ് പാഡിൻ്റെ 11.5S എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ് ഇറങ്ങാൻ പോകുന്നത്. 8800 mAh ബാറ്ററി ബാക്കപ്പ്, പിന്നെ 40 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ 144 Hz LTPS ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പറയാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിൽ പിന്നെ M-Pencil അടക്കം വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 4 സ്പീക്കർ വെച്ചിട്ടാണ് ഈ മാറ്റ് പാഡ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് ഹാർമണി OSൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ ഇത് 11.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇത് IPS LCD ഡിസ്പ്ലേ ആണ് ഇറങ്ങാൻ പോകുന്നത്. എനിക്കൊരു സംശയമുണ്ട്, ഇത് ആൻറ്റി ഗ്ലെയർ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക, അല്ലെങ്കിൽ ഇതൊരു ആൻറ്റി ഗ്ലെയർ അല്ലാണ്ട് ഇറങ്ങുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കാണാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻറ്റി ഗ്ലെയർ വെച്ചിട്ട് ഇറങ്ങില്ല എന്നുള്ളതായിരിക്കും ഒരു തീരുമാനം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ തിരുത്താം. ഹുവാവിയുടെ ഫ്രീ ക്ലിപ്പ് 2 എന്ന് പറയുന്ന TWS ഹെഡ്സെറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി ആള് ഇറങ്ങിയിട്ട് ദുബായ് മാർക്കറ്റിലുണ്ട്. ഷറഫ് ഡിജിയിലും ജബ്ബോയിലും മീമാക്സിലും ലൂലുവിലും ഒക്കെ ഉണ്ട്. ഒരു രക്ഷല്ല കേട്ടോ സാധനം, പൂലി സാധനം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ബഡ്സ് ഇറ്റ്സ് ലൈക്ക് വെരി കോമ്പാക്ട് ബഡ്സ്. പിന്നെ എന്താ പറയുക, സൗണ്ട് ക്വാളിറ്റി ക്ലാസ് മോനെ, ഒരു രക്ഷല്ല. ഗ്ലാസ് അടിപൊളി പെർഫെക്ഷൻ സൗണ്ടാണുള്ളത്. ഒരു രക്ഷല്ല. ഞാൻ ട്രൈ ചെയ്തു, മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 650 ദിർഹംസ് ആയതുകൊണ്ട് ഞാൻ പിൻവലിച്ചു ആ സാധനത്തിന്. പക്ഷെ നിങ്ങൾക്ക് മേടിക്കാൻ പോയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് മേടിക്കാം. ഇപ്പോൾ പ്രീ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്നു മുതൽ അതിൻ്റെ ഒഫീഷ്യൽ സെയിലും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ അവർ കേസും കൊടുക്കുന്നുണ്ട്. കേസ് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ തള്ളി. പിന്നെ നോയ്സ് ക്യാൻസലേഷൻസ് ഉണ്ട്. നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് കോളിൽ മാത്രമേ നോയ്സ് ക്യാൻസലേഷൻസ് ഉള്ളൂ. പക്ഷെ സൗണ്ട് ഈസ് അബ്സല്യൂട്ട്ലി സംതിങ് ആണ്, വെരി ഗ്രേറ്റ്. കമ്പയറിങ് ടു അവരുടെ ഫ്രീ ക്ലിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മടങ്ങ് മാറ്റം അവർ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഹൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ പോരാത്തതിന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു റിമൈൻഡറും കൂടെയാണ്. പിന്നെ 38 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് അവർ പറഞ്ഞിരിക്കുന്നത്. വിത്ത് കേസ് 9 മണിക്കൂർ നിങ്ങൾ ഫ്രീ ക്ലിപ്പ് വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 9 മണിക്കൂറാണ് നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. വാവ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി വാവ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. കാശ് എങ്ങനെയെങ്കിലുമൊക്കെ ചെലവാക്കുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ട്രൈ ചെയ്യുക. യവന് ഇപ്രാവശ്യത്തെ TWS ഹെഡ്സെറ്റിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു TWS ഹെഡ്സെറ്റ് ഹുവാവിയുടെ ഫ്രീ ക്ലിപ്പ് 2 എന്ന് പറയുന്ന ഹെഡ്സെറ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. അതിൻ്റെ ബ്ലൂ കളർ ഉണ്ട്, വേറെ ലെവലാണ് കളറ്. ഓവർ ഹൈപ്നെസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ഒന്ന് പോയിട്ട് ഫീൽ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് ഹുവാവിയുടെ ഒരു വാച്ച് അടുത്ത വർഷം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2026 അതിൻ്റെ ലോഞ്ച്. ഹുവാവിയുടെ വാച്ച് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സാധനമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അൾട്ടിമേറ്റ് സീരീസ് ഇപ്രാവശ്യം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളറും ഒരു ബ്ലാക്ക് കളറും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ് ഇറങ്ങിയത്. അതൊരു 3000 ദിർഹംസാണ് ആ വാച്ച്. പക്ഷേ ഈ ഒരു അൾട്ടിമേറ്റിൻ്റെ റോയൽ ഗോൾഡ് എഡിഷൻ ഉണ്ടല്ലോ, വേൾഡ് ക്ലാസ് കളർ. അതായത് ഒരു വയലറ്റിൻ്റെ പുറമെ ഒരു ഗോൾഡും കൂടെ ചേർത്തിട്ട് നമ്മളെ കണ്ണ് കടന്നിങ്ങനെ തള്ളിക്കുന്ന ഒരു കളറ്. അമ്മാതിരി ഒരു സാധനമാണ് ഇറങ്ങിയത്. പിന്നെ സ്പെക്കിലേക്കണ്ട് കിടന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ഇതൊരു 1.5 ഇഞ്ചിൻ്റെ LTPO ഡിസ്പ്ലേ. പിന്നെ ഇതും റിഫ്രഷ് റേറ്റ് അഡാപ്റ്റ് ചെയ്യാനും പറ്റും.
പിന്നെ 20 ATM ആണ്. അതായത് 150 അടി വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് വാട്ടർ പ്രൂഫിങ് വെച്ചിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണ് വെള്ളത്തിൻ്റെ അടിയിൽ സ്കൂബ ഡൈവിങ് ചെയ്യാം. 151 അടിയിലേക്ക് നിങ്ങൾക്ക് ഈ വാച്ച് വെച്ചിട്ട് പോവാൻ പറ്റില്ല. പിന്നെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ സോണാർ മെസ്സേജിങ് സിസ്റ്റം ഉണ്ട്. അതായത് SOS 60 അടീൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ കുടുങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SOS മെസ്സേജ് ചെയ്യാൻ പറ്റും. ബാറ്ററി ലൈഫ് ആണെങ്കിലോ 11 ദിവസത്തെ ബാറ്ററിയാണ് യവന്മാർ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ഒരു വാച്ചിന്. ഈ വാച്ചിന് നമ്മൾ വാച്ച് ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ആ സെൻസർ തൊട്ട് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് സെൻസർ, SpO2, സ്കിൻ ടെമ്പറേച്ചർ, ഇമോഷണൽ വെൽബീയിങ് എല്ലാതും നമുക്ക് ആ സെൻസറിൽ ടച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ വാച്ച് ഫയലിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത് അതന്നെ നമുക്ക് ഈ വാച്ച് അൾട്ടിമേറ്റിലും ചെയ്യാൻ പറ്റും. പിന്നെ പോരാത്തിന് ഈ വാച്ച് അൾട്ടിമേറ്റിൽ eSIM അടക്കം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. ഈ വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു 20 ATMൻ്റെ വാച്ചും കൂടെയാണ്. 150 അടി വെള്ളത്തിൽ പോയിട്ട് നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ്ങും ചെയ്യാം. പിന്നെ സ്കൂബ ഡൈവിങ്ങും പോരാണ്ട് നിങ്ങൾക്ക് 60 അടിയിൽ വെച്ചിട്ട് SOS മെസ്സേജ് ചെയ്യാൻ പറ്റും. അതും സോണാർ മെസ്സേജ് ചെയ്യാൻ പറ്റും. നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കയ്യിൽ കാശ് ഇല്ലാണ്ടായി പോയി എന്നുള്ളൊരു ഒറ്റ റിഗ്രറ്റേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടോ മേടിച്ച് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇത് 2025 ലാസ്റ്റത്തെ വീഡിയോ കൂടെയാണ്. 2026 പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതിൻ്റെ മുന്നേ വീണ്ടും പറയണം, പ്ലീസ് 2006 നിങ്ങളെ കൊണ്ട് ഒന്ന് മിന്നിച്ചിക്കണേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. പരമാവധി ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാക്സ് ടു മാക്സ് ലൈഫ് എൻജോയ് ചെയ്യുക. എത്രയോ എൻജോയ് ചെയ്യാൻ പറ്റും അത്രയും നിങ്ങൾ എൻജോയ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സൈഡിൽ നിന്ന് നിങ്ങൾ ഡിസ്കവർ ചെയ്യുക. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് മടിയില്ലാണ്ടിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഡ്രോയിങ്ങിന് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ പാട്ടിനോടാണ് താല്പര്യം ഉണ്ടെങ്കിൽ പാട്ടിനോട് ചെയ്യാം. ഫോട്ടോഗ്രാഫിനോടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ വ്ളോഗിങ് ആണ് എന്താ താല്പര്യം വ്ളോഗ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ട്രാവൽ ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ പീസ് ഓഫ് അഡ്വൈസ് നിങ്ങൾക്ക് തരാനുള്ളത്. മാക്സ് ടു മാക്സ് ലൈഫ് എൻജോയ് ചെയ്യാം. പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക. പരമാവധി ആരോഗ്യവാനായിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ആയതിനു ശേഷം കഞ്ചാവടിക്കുക, ലഹരി അങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊക്കെ മാക്സ് ടു മാക്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട്, എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ലൈഫിലൊരു ഡാർക്ക് സൈഡുണ്ട്, ഒരു ബ്രൈറ്റ് സൈഡുണ്ട്. മാക്സ് ടു മാക്സ് ബ്രൈറ്റ് സൈഡിലേക്ക് കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2026 എന്തായാലും ഇപ്പോൾ ഇന്ന് 30 ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ. ആ ഒരു ദിവസം നിങ്ങൾ എൻജോയ് ചെയ്യുക. അത് പോരാണ്ട് എൻ്റെ വീഡിയോ ഒന്നും കൂടെ നിങ്ങളൊന്ന് ഗ്രേറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ ആൻഡ് ബെസ്റ്റ് വിഷസ് ടു 2026.